വജൈനൽ ഹൈജീനിന് pH ബാലൻസ് നിലനിർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വി വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് വി വാഷ്. ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് ആദ്യമേ പറയാം. ഇതൊരു 20 ml ബോട്ടിലാണ്. നമ്മുടെ വജൈനൽ ഹൈജീനിന് pH ബാലൻസ് നിലനിർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വി വാഷിന്റെ pH ബാലൻസ് എന്ന് പറയുന്നത് 3.5 ആണ്. സാധാരണ കൂടുതൽ ആളുകളും വജൈനൽ ഏരിയയിൽ സോപ്പാണ് ഉപയോഗിക്കാറ്. ഇത് സോപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരും ചില സോപ്പ് ഹാർഷ് ആയിരിക്കാം, മൈൽഡ് ആയിരിക്കാം, അങ്ങനെ പലതരത്തിൽ പെട്ടതായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ pH ബാലൻസ് തെറ്റാൻ വേണ്ടിയിട്ടും അതുവഴി നമുക്ക് ചൊറിച്ചിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വി വാഷിന് കഴിവുണ്ട്. വി വാഷിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് സീ ബക്തോൺ ഓയിലും ടീ ട്രീ ഓയിലുമാണ്. ഇത് നമ്മുടെ വജൈനയിലെ ചൊറിച്ചിലും പിന്നെ എന്തെങ്കിലും നമുക്ക് ബാഡ് സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഫ്രഷ് ആക്കിയും കൂടി വെക്കുന്നുണ്ട്. അതിന് കാരണം ഈ ഓയിലുകളിൽ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീല് കിട്ടുന്നത്. എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് വി വാഷ് ഉപയോഗിച്ചപ്പോൾ കുറച്ചും കൂടി ഹൈജീൻ ആയിട്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. പിന്നെ അറിയാലോ, നമുക്ക് എല്ലാവർക്കും ആ സമയത്ത് വല്ലാത്ത ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് വി വാഷിന് കഴിവുണ്ട്. പീരിയഡ്സിന്റെ ഫസ്റ്റത്തെ ഡേയിൽ തന്നെ എനിക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒരു റിവ്യൂ ഷെയർ ചെയ്ത് തരാം. നിങ്ങളും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെ, ആർക്കെങ്കിലും ഒത്തിരി ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്നോർത്താണ് റിവ്യൂ ഷെയർ ചെയ്തത്. 100% സോപ്പ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. പിന്നെ റെഗുലർ ബേസിസിൽ ഉപയോഗിക്കാനാണ് ഇവർ കമ്പനിക്കാർ ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ റെഗുലർ ബേസിസിൽ ഉപയോഗിക്കാറില്ല, പീരിയഡ് സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ചിലർക്കെങ്കിലും ഡ്രൈനെസ്, ഇച്ചിങ്, അലർജിക് റിയാക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത്. ഇനി അഥവാ അത് കൂടുതലാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തുകൊണ്ട് പീരിയഡ് സമയത്ത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഉള്ള ഒരു ടൈം പോലെ അല്ല പീരിയഡ് ടൈമിൽ നമ്മുടെ ആ ഒരു pH ബാലൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി വജൈനയുടെ ഏരിയയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. അപ്പൊ ആ ഒരു ബാലൻസ് തെറ്റി നിൽക്കുമ്പോൾ നമ്മൾ ഈ വി വാഷ് ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ 2 വർഷത്തെ ഷെൽഫ് ലൈഫാണ് ഈ വി വാഷിനുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ചെറിയ ബോട്ടിലേ വാങ്ങിക്കാറുള്ളൂ, കാരണം കൂടുതൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തോന്നിയിട്ടാണ്. അപ്പൊ ഇതിന്റെ വില വരുന്നത് 45 രൂപയാണ്. ഇതിന്റെ വലിയ ബോട്ടിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ പ്രോഡക്റ്റ് കണ്ണിലൊന്നും വീഴാതെ സൂക്ഷിക്കുക, പിന്നെ കുട്ടികളുടെ അടുത്തൊന്നും പെടാതെ സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിക്കോഷൻ എടുക്കണേ. ഇനി എങ്ങനെയാണ് വി വാഷ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മുടെ കൈകൾ ആദ്യം നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വെച്ചേക്കാം. അതിനുശേഷം 2 ഡ്രോപ്പ് വി വാഷ് എടുക്കുക. അതിനുശേഷം നമ്മുടെ വജൈനൽ ഏരിയയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം ഒരു ടവൽ കൊണ്ട് പാഡ് ഡ്രൈ ചെയ്യുക. പാഡ് ഡ്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിയെടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാനും നമുക്ക് തന്നെ സെൽഫ് ഹൈജീൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. പിന്നെ വി വാഷിൽ ലാക്റ്റിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വജൈനൽ ഏരിയയിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവും കൂടി വി വാഷിനുണ്ട്. ഇനി ഈ വി വാഷ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പാക്കേജിംഗ് ഒക്കെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. കണ്ടോ, ഒട്ടും ആ ഒരു കട്ടിയുള്ള ലിക്വിഡ് ഒന്നും അല്ല കേട്ടോ, വളരെ മൈൽഡ് ആയിട്ടും. പിന്നെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ ജെന്റൽ ആയിട്ടുള്ളതാണ്. നമുക്ക് ഒട്ടും കുത്തുന്ന ആ ഒരു സ്മെല്ലൊന്നും അല്ല കേട്ടോ. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഈസി ടു യൂസ് എന്നും കൂടി പറയേണ്ടി വരും. പിന്നെ വി വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് തന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.